ഇന്ത്യൻ യുവത്വത്തിന്റെ നിരാശയും അമർഷവും ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ വിപ്ലവമായി മാറിയിരിക്കുകയാണിപ്പോൾ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവതലമുറയെ പാറ്റകളോട് ഉപമിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രതിഷേധമാണിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയ ഡിജിറ്റൽ രാഷ്ട്രീയ മുന്നേറ്റമായി മാറിയിരിക്കുന്നത്. വെറും 3 ദിവസം കൊണ്ട് 1 കോടിയിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ നേടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ 8.8 മില്യൺ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എണ്ണത്തെയും ഈ പാറ്റ പാർട്ടി മറികടന്നു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. പിന്നാലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ ബിരുദം നേടിയ അഭിജിത് ദീപ്കെ എന്ന യുവാവ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു തമാശയിൽ നിന്നാണ് ഈ പാർട്ടിയുടെ തുടക്കം. എല്ലാ പാർട്ടികളും ഒന്നിച്ചാലോ എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഏറ്റെടുത്തത്. തുടർന്ന് ചാറ്റ് GPT, ക്ലോഡ് തുടങ്ങിയ AI ടൂളുകൾ ഉപയോഗിച്ച് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പാർട്ടിക്കായി ഒരു വെബ്സൈറ്റും മാനിഫെസ്റ്റോയും രൂപീകരിച്ചു. തൊഴിലില്ലാത്തവർ, മടിയന്മാർ, എപ്പോഴും ഓൺലൈനിൽ ജീവിക്കുന്നവർ, പ്രൊഫഷണലായി കാര്യങ്ങളെ വിമർശിക്കുവാൻ കഴിയുന്നവർ എന്നതാണ് പാർട്ടിയുടെ ഭാഗമാകുവാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ. യുവാക്കളുടെ യുവാക്കളാൽ യുവാക്കൾക്കായുള്ള ഒരു രാഷ്ട്രീയ മുന്നണി, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി എന്നാണ് ഇവരുടെ ആപ്തവാക്യം. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലം എന്താണ്? കഴിഞ്ഞയാഴ്ച സുപ്രീംകോടതിയിൽ നടന്ന ഒരു കേസ് വിചാരണയ്ക്കിടയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവാദ പരാമർശം നടത്തിയത്. തൊഴിൽ ലഭിക്കാത്ത ചില യുവാക്കൾ വ്യാജ ഡിഗ്രികൾ സമ്പാദിച്ച് ആക്ടിവിസ്റ്റുകളും സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തകരുമായി മാറി വ്യവസ്ഥിതിയെ ആക്രമിക്കുകയാണെന്നും ഇവർ പാറ്റകളെയും പാരസൈറ്റിനെയും പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇത് യുവാക്കളെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞെങ്കിലും രാജ്യത്തെ കടുത്ത തൊഴിലില്ലായ്മയും പീഡനങ്ങളിലും പൊറുതിമുട്ടിയ ജൻസി യുവാക്കളുടെ നെഞ്ചിലാണ് ഈ പരാമർശം തറച്ചത്. ഇന്ത്യൻ യുവത്വം ഈ പ്രതിഷേധം ഏറ്റെടുക്കുവാൻ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 80 ലക്ഷത്തിലധികം ബിരുദധാരികൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും അവർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.1%. അതോടൊപ്പം തൊഴിലിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മെഡിക്കൽ എൻട്രൻസ് ഉൾപ്പെടെയുള്ള സർക്കാർ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് രാജ്യവ്യാപകമായി വൻ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശം വന്നത്. അധികാരത്തോടുള്ള അമർഷമാണ് മറ്റൊരു പ്രധാന കാരണം. ഭരണാധികാരികൾ സാധാരണ ജനങ്ങളെ പാറ്റകളായാണ് കാണുന്നതെങ്കിൽ ലോകത്ത് എവിടെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ജീവിയാണ് പാറ്റയെന്നും ആ പാറ്റകൾ ഒരുമിച്ച് സിസ്റ്റത്തിന് മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുമെന്നും യുവാക്കൾ പ്രഖ്യാപിക്കുന്നു. ഒരു തമാശയായി തുടങ്ങിയ ഈ മുന്നേറ്റത്തിൽ ഇതിനകം തന്നെ 3.5 ലക്ഷത്തിലധികം ആളുകൾ ഗൂഗിൾ ഫോം വഴി അംഗത്വമെടുത്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര, മുൻ MP കീർത്തി ആസാദ് തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഈ വർഷം വിരമിച്ച മുതിർന്ന കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ആശിഷ് ജോഷി ഉൾപ്പെടെയുള്ള ബ്യൂറോക്രാറ്റുകളും ഈ പാർട്ടിയിൽ അംഗത്വമെടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഭയപ്പെടുന്ന ജനങ്ങൾക്ക് ഈ ആക്ഷേപഹാസ്യ പാർട്ടി ഒരു വലിയ ആശ്വാസമാണെന്ന് മുതിർന്ന അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ പറയുന്നു. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സർക്കാരുകളെ തൂത്തെറിഞ്ഞത് ജൻസി യുവാക്കളുടെ പോരാട്ടങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോടുള്ള കടുത്ത അതൃപ്തിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ പുറത്തുവരുന്നത്. ഇതൊരു തമാശയായി കണ്ട് തള്ളിക്കളയുവാൻ കഴിയില്ലെന്നും രാജ്യത്തെ വ്യവസ്ഥിതിയെ മാറ്റാനുള്ള വലിയൊരു ഉത്തരവാദിത്തമായി ഇതിനെ മാറ്റുമെന്നുമാണ് ഇതിന്റെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ വ്യക്തമാക്കുന്നത്.